വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു. ചിലരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത്. വീട്ടുസാമഗ്രികളും ഗ്യാസ് സിലിണ്ടറും അടക്കം പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. കുനിപ്പാലയിൽ നിന്ന് 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത്. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു. ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചതായാണ് ലഭ്യമായ വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ സംഭവസ്ഥലത്തെത്തി നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈയിൽ മാത്രം 100ഓളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമെന്ന് ടി സിദ്ദീഖ് MLA പറഞ്ഞു. രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തിച്ചേരും. കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും എത്തും. 7 മൃതദേഹവും 2 പേരുടെ കാലുകളുമാണ് രാവിലെ 10 മണിവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. 3 വയസ്സുള്ള കുട്ടിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. 4 മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഫ്രീസറിലേക്ക് മാറ്റി. ആവശ്യമെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നിലമ്പൂർ തഹസിൽദാർ, DYSP, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമാമു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവരും ആശുപത്രിയിലെത്തി. മലപ്പുറം ലൈവ് വോയിസ്, നിലമ്പൂർ.